ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നാളെ ജൂലൈ 27 മഹാശനി മാറ്റം നടക്കുന്നു. ശനി വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുകയാണ്. ഇപ്പോൾ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി മീനം രാശിയിൽ തന്നെ വക്രത്തിലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടം. വക്രം എന്ന് പറയുമ്പോൾ ശനിയുടെ പിന്നോട്ടുള്ള സഞ്ചാരം എന്നാണ് അർത്ഥം. ഇപ്പോൾ ശനി ദോഷം അനുഭവിക്കുന്ന 7 രാശികളുണ്ട്. അതിൽ ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി, അർദ്ധാഷ്ടമശനി എന്നീ ശനി ദോഷങ്ങൾ മൂലം ശക്തമായി കഷ്ടപ്പെടുന്ന ഒരു 7 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല കാലം ആരംഭിക്കുന്നു, നിങ്ങളുടെ തലവര മാറുന്നു എന്നുള്ളതാണ്. ശനി നാളെ ജൂലൈ 27 വക്രഗതിയിലേക്കുള്ള സഞ്ചാരം ആരംഭിച്ചാൽ 2026 ഡിസംബർ 11 വരെ ശനി വക്രഗതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തരാകുവാനും പുതിയ തുടക്കത്തിന് കാരണമാകുന്ന തരത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് ഇത് അത്രമേൽ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും എന്നുള്ളതാണ്. പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇതൊരു വലിയ മാറ്റം, വലിയൊരു ആശ്വാസം തന്നെയാണ് ശനി ദോഷത്തിൽ നിന്ന് മുക്തരാവുക എന്നുള്ളത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഏത് ദശാകാലമാണ് നടക്കുന്നത്, ഒരു നല്ല ദശാകാലമാണോ, ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശാകാലഘട്ടമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം, ഭാവിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ശനി വക്രത്തിലേക്ക് സഞ്ചരിക്കുന്ന നാളെ ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ സ്വന്തം ജനന ജാതകപ്രകാരം കൂടെ ഒരല്പമെങ്കിലും നല്ല ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരുടെ ജീവിതത്തിൽ 10 മടങ്ങിരട്ടി വളരെ വലിയ മാറ്റങ്ങൾ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പലരെയും സംബന്ധിച്ചൊരു രാജയോഗപ്രദമായിട്ടുള്ള നല്ല ഗുണാനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ ലഭിക്കും. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്കാണ് ഈ ശനിദോഷം വിട്ടുമാറി നല്ല കാലം, നല്ല സമയം ആരംഭിക്കുന്നത് എന്ന് നോക്കാം. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ ഏഴരശനിയുടെ തുടക്ക കാലഘട്ടമാണ്. ഏഴരശനിയിലെ ശനി 12ാം ഭാവ വ്യയസ്ഥാനത്താണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സഞ്ചരിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നൽകിയിരുന്നത്. മേടം രാശിക്കാരെ സംബന്ധിച്ച് പലർക്കും പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളാണ് അനുഭവത്തിൽ വന്നത്. പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശനി നൽകിയിട്ടുണ്ട്. ഏറെക്കാലമായി വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ട് പോലും പ്രതീക്ഷിക്കുന്നൊരു ഗുണഫലം ആ കർമ്മത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. കൂടെ ജോലി ചെയ്യുന്ന അവരവരെക്കാട്ടിലും വളരെ കഴിവ് കുറഞ്ഞവർ പോലും വളരെ നല്ല നിലയിലൊക്കെ കർമ്മസംബന്ധമായി മുന്നോട്ട് പോകുന്നത് കാണേണ്ടി വരുന്ന അവസ്ഥ. അതുപോലെ വിദേശ ജോലിക്ക് ശ്രമിച്ചാൽ അതിനുള്ള ബുദ്ധിമുട്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന പലർക്കും കുറച്ച് നാളുകളായി ശമ്പളം പോലും മുടങ്ങി നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു പുതിയ ജോലി അന്വേഷിച്ചാൽ അത് ലഭിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ കർമ്മസംബന്ധമായി പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മുഖാന്തരം ബുദ്ധിമുട്ടുന്നവർ, ആശുപത്രി വാസങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട ഒരു അനുഭവം. ഒരു 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ് എന്ന് തന്നെ പറയാം. ഒരുപാട് പാഴ്ചിലവുകൾ, അലച്ചിലുകൾ, പരിശ്രമങ്ങൾ ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ മേടം രാശിക്കാർക്ക് ഏഴരശനിയുടെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു ഏഴരശനി മൂലം അനുഭവിക്കുന്നത്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പലതരത്തിലുള്ള തടസ്സം, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നാളെ ജൂലൈ 27 മുതൽ ശനി വക്രത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ എല്ലാവിധ പ്രശ്നങ്ങളും വിട്ടുമാറും. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കും. മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുക. ഇത്രയും കാലം നിങ്ങൾ ജോലി ചെയ്തിട്ടും ആ കർമ്മത്തിൽ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ഒരു പദവി ഉയർച്ചയോ സ്ഥാനമാറ്റമോ ഇടം മാറ്റമോ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. അനാവശ്യ പാഴ്ചിലവുകൾ വിട്ടുമാറും. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കാനായിട്ട് സാധിക്കും. അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ, നന്മകൾ, നേട്ടങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്നതായിരിക്കും. പ്രധാനമായും ഈ ഒരു സമയത്ത് ഈ ഒരു ശനിയുടെ സ്വാധീനം
വിട്ടുമാറുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. അനുയോജ്യമായ മംഗല്യഭാഗ്യം, വിവാഹമൊക്കെ നടക്കുന്ന സമയം, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ ഒരു വലിയ മാറ്റം, എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. മേടം രാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും, ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുക, ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒരു ജോലിയൊക്കെ ലഭിക്കേണ്ട സമയം, അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളെ സംബന്ധിച്ച് പ്രായമായ വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആശുപത്രി വാസങ്ങളിൽ നിന്നുള്ളൊരു മാറ്റം, അങ്ങനെ എല്ലാ തരത്തിലും ഒരു നല്ല മാറ്റം ലഭിച്ച് അപ്രതീക്ഷിതമായ ചില നന്മകൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ശനി മേടം രാശിക്കാരെ സംബന്ധിച്ച് നൽകും. ഭൂമി, ഗൃഹം സംബന്ധിച്ചിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഇനി വ്യക്തിപരമായ അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനരാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർക്ക് ശനി 10ാം ഭാവത്തിൽ കണ്ടകനായി സഞ്ചരിച്ചുകൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നൽകിക്കൊണ്ടിരുന്ന സമയമാണ്. നാളെ മുതൽ ആ മാറ്റം അനുഭവത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കണ്ടകശനി ദോഷം പൂർണ്ണമായി വിട്ടുമാറും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുക, ആ കാര്യങ്ങളൊക്കെ മംഗളമായി പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും മിഥുനരാശിക്കാർക്ക് കർമ്മസംബന്ധമായി ഒരുപാട് തടസ്സങ്ങളാണ് പലർക്കും അനുഭവത്തിലുണ്ടായിരുന്നത്. നിങ്ങളൊരു ജോലി മാറ്റത്തിന് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നൊരു മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കുറച്ചുകൂടെ നല്ലൊരു മാറ്റം ആ ഒരു കർമ്മമേഖലയിൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നത്. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ ഒരുപാട് സമ്മർദ്ദങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതുകൊണ്ട് ജോലി തന്നെ വേണ്ട എന്ന് ചിന്തിക്കുന്ന തരത്തിൽ പലരും എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ജോലി മാറ്റങ്ങളും ജോലി നഷ്ടപ്പെട്ട അനുഭവമൊക്കെ പലർക്കുമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നാളെ മുതൽ നിങ്ങൾ കർമ്മസംബന്ധമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും, പ്രയാസങ്ങളും, പ്രതിസന്ധികളും മാറി ആഗ്രഹിക്കുന്ന പോലെ സ്ഥാനമാറ്റവും ഇടം മാറ്റവും മറ്റ് ഒരു രാജ്യത്തേക്കോ സ്ഥാപനത്തിലേക്കോ ഒക്കെ ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന സമയം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കണ്ടകശനി കാലഘട്ടത്തിൽ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ വിട്ടുമാറി ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന ഒരു സമയം. അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ, ഗുണാനുഭവങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ സ്വന്തമായൊരു തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അതിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ വിട്ടുമാറി സാമ്പത്തിക ഉയർച്ച, സാമ്പത്തിക പുരോഗതി ലഭിക്കുന്ന ഒരു സമയമാണ്. പലർക്കും പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. ഒരു പാർട്ട്ണർഷിപ്പിലൊക്കെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ പലർക്കും ആരംഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വിദേശത്തൊക്കെ ഒരു ബിസിനസ്സൊക്കെ നടത്തി വരുന്നവർക്ക് അതിലുണ്ടായിരുന്ന സാമ്പത്തിക നഷ്ടങ്ങളും അതുപോലെ മറ്റ് ബുദ്ധിമുട്ടുകളുമൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള പല മാറ്റങ്ങളും നന്മകളും ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു കണ്ടകശനി കാലഘട്ടം ആരംഭിച്ച സമയം മുതൽ ദാമ്പത്യ കുടുംബജീവിതത്തിലും വിവാഹ കാര്യങ്ങളിലുമൊക്കെ പലതരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് മിഥുനരാശിക്കാർ. ഒരു വിവാഹമൊക്കെ നിശ്ചയം വരെ കഴിഞ്ഞ് മുടങ്ങിപ്പോയ അനുഭവവും അതുപോലെ എത്ര പരിശ്രമിച്ചാലും ആ നല്ലൊരു ബന്ധം ലഭിക്കാത്ത അവസ്ഥയുമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി വിട്ടുമാറി അനുയോജ്യമായ മംഗല്യഭാഗ്യം, ജീവിത പങ്കാളിയെ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച്. ശനിയിൽ നിന്ന് അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ ലഭിക്കും. കണ്ടകശനി കാലഘട്ടത്ത് ആരോഗ്യകാര്യങ്ങൾ, ആശുപത്രി വാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്ന പലരുമുണ്ട്. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ഈ ഒരു സമയത്ത് ലഭിക്കുകയും ചെയ്യും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും ഈ ഒരു കാലഘട്ടങ്ങളിൽ പരിഹരിക്കപ്പെടും. മിഥുനരാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. മിഥുനരാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ചും നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന മാനസിക സംഘർഷങ്ങൾ, മനപ്രയാസങ്ങളൊക്കെ വിട്ടുമാറി കുടുംബത്തിലൊക്കെ ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും. പൊതുവെ ശനിയുടെ വക്രഗതി നാളെ മുതൽ ആരംഭിക്കുമ്പോൾ മുതൽ മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങളുടെ പ്രായത്തിന് അനുസരിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പൂർണ്ണ മാറ്റം ലഭിക്കുമെന്നുള്ളതാണ്.
ഇനി നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദോഷമായ അഷ്ടമശനി ദോഷം പൂർണ്ണമായി വിട്ടുമാറുകയാണ്. അഷ്ടമശനി മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ചിങ്ങം രാശിയിൽ. അഷ്ടമശനി എന്ന് പറയുന്നത് തന്നെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത, നമ്മൾ പറയാറില്ലേ, സ്വപ്നത്തിൽ പോലും കരുതാത്ത തരത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഈ ഒരു അഷ്ടമശനി ദോഷത്തിൽ നിന്ന് മുക്തരായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ചിങ്ങം രാശിക്കാരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജനന ജാതക പ്രകാരം അത്രമേൽ ശുഭനായ ഒരു ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മാത്രമാണ്. ഈ അഷ്ടമശനി തുടങ്ങിയ സമയം മുതൽ തന്നെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പലർക്കും അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വന്നവർ, വണ്ടി വാഹനങ്ങളിൽ നിന്ന് അപകടം, സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിൽ ആകേണ്ട ഒരവസ്ഥ, പലർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയൊരനുഭവം, കുടുംബത്തിൽ അകാരണമായ വഴക്കുകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണെങ്കിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും ഒക്കെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ചിങ്ങം രാശിക്കാർ അനുഭവത്തിൽ ഇപ്പോൾ ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള എല്ലാവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറും. ഈ അഷ്ടമശനി ദോഷം വിട്ടുമാറുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തെ മൂടിക്കെട്ടിയിരുന്ന ആ കാർമേഘം പൂർണ്ണമായി മാറും. നിങ്ങൾക്കൊരു ഈശ്വരാനുഗ്രഹം ലഭിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ കൂടെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് പൂർണ്ണമായി വീണ്ടും ലഭിക്കും എന്നുള്ളതാണ്. പണം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. അതുപോലെ തന്നെ കർമ്മസംബന്ധം ചെയ്യുന്ന ജോലി, തൊഴിൽ സംബന്ധിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു തെളിച്ചം ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ അഷ്ടമശനി കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ തീരെ പ്രതീക്ഷിക്കാത്ത പല നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും നാളും നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഈ അഷ്ടമശനി തുടങ്ങിയ സമയം മുതൽ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ചിങ്ങം രാശിക്കാരുണ്ട്. ഒരു കാരണവുമില്ലാതെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ മൂന്നാമതൊരാൾ മുഖാന്തരം അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളിൽ മറ്റൊരാൾ മുഖാന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുക. പലരെയും സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് നാളുകളായേ ഉള്ളൂ, പക്ഷേ ഒരു വേർപിരിഞ്ഞിരിക്കേണ്ട, അകന്ന് കഴിയേണ്ട അവസ്ഥ പലർക്കുമുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പരിശ്രമങ്ങളോ കാലതാമസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഈ സമയം വിട്ടുമാറി നല്ല അനുയോജ്യമായിട്ടുള്ള വിവാഹം ഈ ഒരു സമയത്ത് ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അത് ജോലി മുഖാന്തരമോ സാമ്പത്തികമോ അല്ലെങ്കിൽ ആരോഗ്യപരമോ ഏത് തരത്തിലാണെങ്കിലും അതിനൊക്കെ മാറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മാറ്റം ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ചിലരെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായിട്ട് മുന്നോട്ട് പോകുന്ന പല വ്യക്തികളുണ്ട്. ചിലർക്ക് അവർ വസിക്കുന്ന അവരുടെ ഭവനം ഒരു ജപ്തിയുടെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവർ, അങ്ങനെ കടബാധ്യതകൾ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി അവരുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ പണം പലയിടത്തു നിന്ന് കടം വാങ്ങി ഒരുപാട് പ്രതിസന്ധിയിലായി നിൽക്കുന്നവർ ധാരാളമുണ്ട് ഇപ്പോൾ ചിങ്ങം രാശിയിൽ. നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനലാഭം വരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ ഒരു സഹായം ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരും. അഷ്ടമശനി ദോഷം വിട്ടുമാറുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം തീരെ പ്രതീക്ഷിക്കാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച വ്യക്തികൾക്ക് അപ്രതീക്ഷിതമായ പല ഗുണാനുഭവങ്ങളും നന്മകളുമൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ലഭിക്കുകയും ചെയ്യും. ധൈര്യമായി മുന്നോട്ട് പോകൂ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലഘട്ടമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. ചിങ്ങം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ നേരിടുന്ന ആ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി വളരെ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങളൊക്കെ ലഭിക്കും. ചിങ്ങം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് കുടുംബത്തിൽ സുഖം, സമാധാനം, സന്തോഷം അനുഭവത്തിൽ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ സ്വന്തം ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയവുമാണ്.
ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയുവാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കണ്ടകശനി ദോഷം വിട്ടുമാറുകയാണ്. നിങ്ങൾക്ക് 7ാം ഭാവത്തിൽ ശനി കണ്ടകനായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാലമായതുകൊണ്ട് പലർക്കും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളാണ്. പ്രധാനമായും ശനി എന്ന് പറയുന്നത് കടങ്ങൾ, രോഗങ്ങൾ, ശത്രുതകൾ, എതിർപ്പുകൾ, കേസ് വഴക്കുകൾ ഇതൊക്കെ നൽകുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഈ ഒരു കണ്ടകശനി കാലഘട്ടം ആരംഭിച്ച സമയം മുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെയധികം കൂടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എങ്ങനെയാണ് ഇത്രയും ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു ചേരുന്നത്, കടബാധ്യതകൾ ഉണ്ടാകുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ. ഒരു ചിലവുകളെന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ മുന്നോട്ട് പോകുന്നു. 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ് കടം വാങ്ങി വരെ കാര്യങ്ങൾ നടത്തേണ്ട അവസ്ഥ. അങ്ങനെ അപ്രതീക്ഷിതമായ കടബാധ്യതകൾ അനുഭവത്തിൽ വന്നവർ, വളരെ പെട്ടെന്നുണ്ടായ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അത് അവരവർക്കോ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ ഒക്കെ ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മുഖാന്തരം ഉള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അനുഭവത്തിൽ വരുന്ന ശത്രുതകൾ, എതിർപ്പുകൾ, അങ്ങനെയുള്ള മാനസിക പ്രതിസന്ധി, കർമ്മമേഖലയിൽ ചെയ്യാത്ത തെറ്റിന് ഏതെങ്കിലും കോടതി കേസ്, പോലീസ് ആ ഒരു വ്യവഹാരങ്ങളിലൊക്കെ ഉൾപ്പെടേണ്ട ഒരവസ്ഥ. ഇങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് പലർക്കും അനുഭവത്തിലുള്ളത്. ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവത്തിൽ വന്നവരും ധാരാളമാണ്. പൂർവികമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കുന്നതിനുള്ള തടസ്സം, ബുദ്ധിമുട്ട്, ഒരു ഗൃഹനിർമ്മാണത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കാതിരിക്കുക, അതിന് പലതരത്തിലുള്ള തടസ്സങ്ങൾ, കാര്യങ്ങൾ, ഒരു വീട് മാറ്റത്തിന് ആഗ്രഹിച്ചാലും അതിനും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ പലതരത്തിൽ അനുഭവിക്കുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ച് നാളെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുമ്പോൾ മുതൽ ഈ പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടുകളും, പ്രശ്നങ്ങളും ഒക്കെ വിട്ടുമാറും. നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറും. പുതിയ വഴികൾ, അവസരങ്ങൾ മുന്നിൽ തെളിഞ്ഞു കിട്ടും. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. ആരോഗ്യം വീണ്ടും കിട്ടും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലുള്ള ശത്രുതാപരമായ പെരുമാറ്റങ്ങൾ, അനാവശ്യ സമ്മർദ്ദങ്ങളൊക്കെ വിട്ടുമാറി കർമ്മമേഖല വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയം. അനാവശ്യ കേസ്, കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. പലതും നിങ്ങൾക്ക് അനുകൂലത്തിൽ ലഭിക്കും. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, ഭൂമി വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഒക്കെയുള്ള ആ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ കാലഘട്ടങ്ങളിൽ പൂർണ്ണമായി വിട്ടുമാറും. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയം. പുതിയ ഗൃഹത്തിലേക്കുള്ള മാറ്റം ഇതൊക്കെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത്, നിങ്ങളുടെ കുട്ടികൾക്ക്, സന്താനങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെയാണോ നന്മകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യുവാൻ സാധിക്കും. അതിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. ഈ ഒരു സമയം കന്നിരാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ആരോഗ്യം, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, അവർക്ക് നല്ല മംഗളകരമായ വിവാഹം, ഇങ്ങനെയുള്ള എല്ലാ നന്മകളും നടക്കുന്ന ഒരു സമയമാണ്. സന്താനങ്ങളെ കൊണ്ട് കന്നിരാശിക്കാരായ മാതാപിതാക്കൾക്കും മനസ്സമാധാനം, സുഖം, സന്തോഷം, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ, നന്മകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുന്നതാണ്. വിവാഹം കഴിഞ്ഞ് ഏറെക്കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന കന്നിരാശിക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നടത്തി വന്നിരുന്ന ചികിത്സകളൊക്കെ പൂർണ്ണ ഫലത്തിൽ ലഭിച്ച് സന്താന ഭാഗ്യം ഈശ്വരൻ നൽകുന്ന സമയമാണ്. കന്നിരാശിക്കാരായ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ ഏത് പ്രായത്തിലുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റം വന്നു ചേരും. ആ ഒരു കണ്ടകശനി ദോഷം പൂർണ്ണമായി വിട്ടുമാറും. 7ാം ഭാവമായ കളത്രഭാവത്തിൽ ശനി നിന്ന് കണ്ടകനായിട്ട് ആ ഒരു ദോഷം നൽകിയതുകൊണ്ട് പലർക്കും ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. വേർപിരിയലിൻ്റെ അവസ്ഥ, വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നു. അല്ലെങ്കിൽ പല കാര്യകാരണങ്ങൾ കൊണ്ട് രണ്ടുപേരും രണ്ടിടങ്ങളിലായി കഴിയേണ്ട അവസ്ഥ. ഇതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം മുതൽ വിട്ടുമാറും. അതുപോലെ അനുയോജ്യമായിട്ടുള്ള വിവാഹ യോഗവും ഈ സമയത്ത് ലഭിക്കും. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന കന്നിരാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് അതിനും സമയം അനുകൂലമാണ്. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. പൊതുവേ ഈ ഒരു കണ്ടകശനി ദോഷം വിട്ടുമാറുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ലഭിക്കുന്നത്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്
അർദ്ധാഷ്ടമശനി എന്ന ശനിദോഷത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. പലരും പറയും ധനുരാശിക്ക് കണ്ടകശനിയാണ് 4-ൽ ശനി സഞ്ചരിക്കുമ്പോൾ. എന്നാൽ അത് കണ്ടകനല്ല. അഷ്ടമത്തിൻ്റെ പകുതി, അതാണ് അർദ്ധാഷ്ടമശനി എന്ന് പറയുന്നത്. അർദ്ധാഷ്ടമശനി തുടങ്ങിയ സമയം മുതൽ ധനുരാശിക്കാരെ സംബന്ധിച്ച് മനസ്സിനൊരു സുഖം, സമാധാനം, സ്വസ്ഥത ലഭിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന, മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന, മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങൾ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കാം. ഏതെങ്കിലും ഒരു പ്രശ്നം വന്നു ചേർന്നു, അതിനെ ഒന്ന് പരിഹരിച്ച് അത് വിട്ടുമാറുന്നു എന്ന് തോന്നുമ്പോൾ ജീവിതത്തിൻ്റെ മറ്റേതെങ്കിലും മേഖലയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് വരാം. അതുപോലെ സഹോദരങ്ങളുമായിട്ടൊക്കെ അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും അനുഭവത്തിലുണ്ട്. ഒരു മനസ്സമാധാനം, സുഖം, സന്തോഷം ഇല്ലാത്ത അവസ്ഥ. ഈ ഒരു അർദ്ധാഷ്ടമശനി വിട്ടുമാറുന്നതോടുകൂടി നാളെ മുതൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പൂർണ്ണമായി വിട്ടുമാറി മനസ്സിനൊരു സുഖം, സമാധാനം, സന്തോഷം, ആത്മവിശ്വാസം ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മുന്നേറ്റ കാലം, സമയം എന്ന് തന്നെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. സഹോദരങ്ങളുമായിട്ട് നിലനിന്നിരുന്ന പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വിട്ടുമാറി ആ സഹോദരങ്ങളുമായിട്ടൊക്കെ കൂടിച്ചേരാനുള്ള ഒരു സമയം കൂടിയാണ് ഇത്. എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മതിപ്പും വിലയും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങളൊരു നല്ല കാര്യം പറഞ്ഞാൽ പോലും കേൾക്കുന്നവർ അതിനെ നെഗറ്റീവായിട്ടെടുത്ത് അനാവശ്യമായിട്ടുള്ള പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അതുമൂലമുള്ള മാനസിക സമ്മർദ്ദങ്ങളും അനുഭവിച്ചവരാണ് നിങ്ങളിൽ പലരും. എന്നാൽ നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു മതിപ്പും വിലയും ലഭിക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയാണിത്. പലരുടെയും കുടുംബത്തിൽ ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടത്തിൽ നല്ല അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം, വിവാഹയോഗം, ഗൃഹപ്രവേശം, അങ്ങനെ പല നല്ല കാര്യങ്ങളും, സ്വന്തം ബന്ധങ്ങളുമായിട്ട് കൂടിച്ചേരൽ, ഇതൊക്കെ നടക്കുന്ന സമയമാണ്. സാമ്പത്തികമായിട്ട് ഒരു പുരോഗതി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. കഴിഞ്ഞ ഒരു അർദ്ധാഷ്ടമശനി തുടങ്ങിയ സമയം മുതൽ പലർക്കും സാമ്പത്തികമായിട്ട് അത്രമേൽ ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുക, പണം സംബന്ധിച്ച ബുദ്ധിമുട്ട് വിട്ടുമാറും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക അടിത്തറ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മാറ്റമുണ്ടാകും. ശനി കർമ്മകാരകനായതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിലിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി വിട്ടുമാറി അതുപോലെ പുതിയ ജോലി, വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. അതൊക്കെ അനുഭവത്തിൽ വരും. ഈ ഒരു അർദ്ധാഷ്ടമ ശനി വിട്ടുമാറുന്നതോടുകൂടി വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, കാലതാമസങ്ങളൊക്കെ മാറി അനുയോജ്യമായ മംഗല്യഭാഗ്യം ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ലഭിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ, നന്മകൾ നിങ്ങളിലേക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് എല്ലാ തരത്തിലും നല്ല മാറ്റങ്ങൾ നൽകുന്ന ഒന്നാണ്. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യമൊക്കെ പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന സമയം. മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഗുണഫലങ്ങൾ, നേട്ടങ്ങളൊക്കെ ലഭിക്കും. ഈ കഴിഞ്ഞ അർദ്ധാഷ്ടമശനി ആരംഭിച്ച സമയം മുതൽ തന്നെ അതറിയാതെ ഒരു ഗൃഹനിർമ്മാണത്തിനൊക്കെ ഇറങ്ങിത്തിരിച്ച്, അല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നതിനോ ഭൂമി വിൽക്കുന്നതിനോ ഒക്കെ ഇറങ്ങിത്തിരിച്ച് അതിലൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. ഭൂമി സംബന്ധിച്ച പ്രശ്നങ്ങൾ വിട്ടുമാറുക, അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹം, ആ ഒരു ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം വരെ നടത്തുവാൻ യോഗമുള്ള സമയമാണ്. ധനുരാശിയിൽ വരുന്ന സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള മാറ്റം തീർച്ചയായിട്ടും ജീവിതത്തിൽ ലഭിക്കും. ധനുരാശിയിൽ വരുന്ന കുടുംബ സ്ത്രീകൾക്കും മനസ്സിന് സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ല മാറ്റങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കും. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരിരുട്ടാതി നക്ഷത്ര ജാതകരെ പറ്റിയാണ്. കുംഭം രാശിക്കാരെ പറ്റി പല വീഡിയോകളിലും വളരെ വിശദമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു നൽകിയിരുന്നു. ഈ കഴിഞ്ഞ ഒരു 7.5 ശനി തുടങ്ങിയ കാലഘട്ടം മുതൽ കുംഭം രാശിക്കാർ അനുഭവിച്ചു വന്ന പ്രശ്നങ്ങൾ,
അതൊന്നും ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല. അത്രമേൽ ബുദ്ധിമുട്ടുകളാണ് കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർ, നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും കഴിഞ്ഞ ഒരു 7 വർഷക്കാലമായിട്ട് അനുഭവിച്ച് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ 7.5 ശനിയിൽ പാദശനി, ശനി 90% ദോഷം വിട്ടുമാറി നിൽക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന ഈ ഒരു ശനിയുടെ വക്രഗതി നിങ്ങളെ സംബന്ധിച്ച് 7.5 ശനി പൂർണ്ണമായി വിട്ടുമാറുന്നതിന് തുല്യമാണ്. നിങ്ങൾക്ക് ഈ ഒരു 7.5 ശനിയുടെ സ്വാധീനം ഈ ഒരു വക്രഗതിയോടുകൂടി പൂർണ്ണമായിട്ട് അത് വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച് വന്നിരുന്ന മാനസിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, സ്വന്തം ബന്ധങ്ങളിൽ നിന്ന് നേരിട്ടിരുന്ന പലതരത്തിലുള്ള വഞ്ചനകൾ, അപമാനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പലതരത്തിൽ പ്രയാസങ്ങൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, വേർപിരിവുകൾ, അത്രമേൽ ജീവിതത്തിൽ പോരാടി വന്ന വ്യക്തികളാണ് കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളുമെന്ന് നിസ്സംശയം പറയാം. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 7 വർഷം കൊണ്ട് 7.5 ശനി നിങ്ങൾക്ക് നൽകിയ ഒരു പാഠമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആരുണ്ടാകും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ, ആരെ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം, ജീവിതം എന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെപ്പറ്റി പൂർണ്ണമായും അനുഭവിച്ച് വന്ന വ്യക്തികളാണ്. വളരെ നല്ല നിലയിൽ നിന്ന് ജീവിതം വളരെ താഴേക്ക് പതിച്ച അവസ്ഥയൊക്കെ പലർക്കുമുണ്ട്. അത്രമേൽ ജീവിതത്തിൽ സ്ട്രഗിളിങ്, പോരാട്ടങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ നടന്നവരുണ്ട്. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചവർ, സഹായിച്ചവർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ പലർക്കുമുണ്ട്. കൊടുത്ത പണം തിരിച്ചു ലഭിക്കാത്ത അനുഭവം, ഇങ്ങനെ പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച വ്യക്തികളാണ് നിങ്ങളെ സംബന്ധിച്ച്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ ഒരു ശനിയുടെ വക്രഗതിയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ തരത്തിലും മാറ്റം, ചെയ്യുന്ന ജോലി, തൊഴിലിൽ വലിയ പുരോഗതി, സാമ്പത്തിക നേട്ടങ്ങൾ, പുതിയ ജോലി ലഭിക്കുക, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുക, അപ്രതീക്ഷിതമായ ധനഭാഗ്യം വന്നു ചേരുക, അങ്ങനെ എല്ലാവിധ നന്മകളും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരും. കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും മാറ്റം അനുഭവത്തിൽ വരും. മാനസികമായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായി വിട്ടുമാറി മനസ്സിന് സമാധാനം, സുഖം, സന്തോഷം, ആത്മവിശ്വാസം ലഭിക്കും. സാമ്പത്തികമായിട്ട് നിങ്ങൾ എത്ര വലിയ കടബാധ്യതകളോ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരായിക്കോട്ടെ, അതിനൊക്കെ നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകും. പുതിയ വഴികൾ, അവസരങ്ങൾ തെളിഞ്ഞു കിട്ടി അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സാമ്പത്തിക നേട്ടം ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു ചേരും. ആശുപത്രിവാസങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ആരോഗ്യം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്ന സമയം. നിങ്ങളെ അപമാനിച്ചവരുടെ മുൻപിൽ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ ഈശ്വരൻ നൽകുന്ന ഒരു സമയമാണ്. നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൊടുത്തിരുന്ന പണം ഇതുവരെ തിരിച്ചു ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ കൊടുത്ത പണം, നിങ്ങൾ കൊടുത്ത സഹായം, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്ന സമയമാണ്. നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരുന്ന പലരിൽ നിന്നും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വളരെ നല്ല മാറ്റങ്ങൾ, പലരും തിരിച്ചു വരുന്ന അനുഭവമൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകും. വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന ദമ്പതികളുടെ ജീവിതത്തിൽ അതിനൊക്കെ മാറ്റമുണ്ടായി. നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾ ഏത് പ്രായത്തിലുള്ള വ്യക്തികളാണെങ്കിലും അതിനൊക്കെ മാറ്റമുണ്ടാകും. പുതിയ ജോലി, അതുപോലെ ഉയർ വിദ്യാഭ്യാസം, വിദേശ പഠനം, വിദേശ ജോലി, ഇതൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ലഭിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരു സ്ഥിരത, ഒരു ഭാഗ്യാനുഭവം, നന്മകൾ, ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ വക്രഗതിയിൽ വന്നു ചേരും. കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് അനുഭവിച്ച മാനസിക, ശാരീരിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അപമാനങ്ങൾ, അങ്ങനെ എല്ലാത്തിനും ഒരു പ്രതിവിധി എന്ന തരത്തിൽ ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം ഉയർച്ചയുടെ കാലഘട്ടമാണ്. ഉയർച്ചയുടെ പടവുകൾ കയറും എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും മാറ്റങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരും. കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും വ്യത്യസ്ത പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളുണ്ട്. അത് എന്ത് തന്നെയാണെങ്കിലും അതിനൊക്കെ പൂർണ്ണമായി മാറ്റം വരുന്ന ഒരു സമയം. നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി, ഐശ്വര്യം, ധനനേട്ടം, സാമ്പത്തിക ഉയർച്ച, ഇതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും. ധൈര്യമായി മുന്നോട്ട് പോവുക. നല്ല സമയമാണ് നാളെ ശനിയുടെ വക്രഗതി മുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്നത്. ഇനി അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളായ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജനന ജാതകം നോക്കി മുന്നോട്ടുള്ള ജീവിതമോ ഭാവിയെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ്.
നിങ്ങൾക്ക് ഏഴരശനിയിലെ ജന്മശനി എന്ന അതിശക്തമായ ദോഷത്തോടുകൂടി കഴിഞ്ഞ കുറേ നാളുകളായി കടന്നു പോകുന്നവരാണ്. ഈ ഒരു ഏഴരശനി ദോഷത്തിൽ നിന്ന് മുക്തി ലഭിച്ച് നല്ലൊരു രീതിയിൽ ജീവിച്ചു പോകുന്ന മീനം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജനന ജാതകപ്രകാരം അത്രമേൽ ബലവാനായ ശക്തനായ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് മാത്രമാണ് ഒരു ആശ്വാസം, മറ്റുള്ള പലർക്കും അങ്ങനെയല്ല എന്നുള്ളതാണ്. ഏഴരശനിയിലെ ജന്മശനി എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ, നമ്മുടെ ശിരസിൽ നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം കയറ്റി വെച്ചാൽ മുന്നോട്ട് ഒരടി പോലും സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലത്തെ അവസ്ഥയാണ് മീനം രാശിയിൽപ്പെട്ട പല സ്ത്രീ പുരുഷന്മാർക്കും. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പലരെയും സംബന്ധിച്ചുള്ള പ്രധാന കാരണം. അത്രമേൽ മാനസിക സമ്മർദ്ദങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല തരത്തിൽ കൂടെയാണ് ഏഴരശനി കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അതിലെ ജന്മശനി കാലഘട്ടം. ഈ ജന്മശനി കാലഘട്ടത്തിൽ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സ്വന്തം ബന്ധങ്ങളിൽ നിന്ന് നേരിടുന്ന അപമാനങ്ങൾ, പ്രശ്നങ്ങൾ, ഏറെ വിശ്വസിച്ച് കൂടെ ഉണ്ടായിരുന്നവർ കൈവിട്ട അവസ്ഥ, ഒറ്റയ്ക്ക് പോരാടി മുന്നോട്ട് വരേണ്ട ഒരു അനുഭവം പല സ്ത്രീ പുരുഷന്മാർക്കും ഈ ഒരു സമയത്തുണ്ട്. പെട്ടെന്നൊരു ജോലിയൊക്കെ നഷ്ടപ്പെട്ടു, വരുമാനമില്ലാത്ത അവസ്ഥ, പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ അത് ലഭിക്കുന്നില്ല, അപ്രതീക്ഷിതമായിട്ടുള്ള കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ. ചിലരെ സംബന്ധിച്ച് ജന്മശനി കാലഘട്ടത്തിൽ വണ്ടി വാഹനങ്ങളിൽ നിന്നുണ്ടായ അപകടങ്ങൾ, വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമായിട്ടുള്ള വ്യക്തികൾ പോലും ദാമ്പത്യ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കൊണ്ട് വേർപിരിഞ്ഞ് കഴിയേണ്ട അവസ്ഥ, ഒരു വിവാഹത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അതിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെ മീനം രാശിക്കാരെ സംബന്ധിച്ച് ഏഴരശനിയിലെ ജന്മശനി കാലഘട്ടം പല തരത്തിലാണ് ബുദ്ധിമുട്ടുകൾ നൽകുന്നത്. ഏറെ വിശ്വസിച്ചിരുന്നവരിൽ നിന്ന് വഞ്ചന, അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ, വാങ്ങിയ പണം തിരിച്ച് നൽകാത്ത അവസ്ഥ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ വക്രഗതി മീനം രാശിക്കാർക്ക് വളരെ വലിയ മാറ്റങ്ങൾ നൽകും. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരായ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, അത് മാനസികമോ ശാരീരികമോ സാമ്പത്തികമോ തൊഴിൽ സംബന്ധിച്ചിട്ടുള്ളതോ എന്തു തന്നെയാണെങ്കിലും അതിനൊക്കെ പൂർണ്ണമായിട്ട് മാറ്റമുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ഏഴരശനിയിലെ ജന്മശനി ദോഷം പൂർണ്ണമായി വിട്ടുമാറി ഒരു ഉയർച്ചയുടെ കാലം, ഒരു സമയമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ധൈര്യമായി മുന്നോട്ട് പോകൂ. പുതിയ ജോലി, തൊഴിൽ സംരംഭങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അനുഭവത്തിൽ വരും. ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. സാമ്പത്തിക ഉയർച്ച ലഭിക്കും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ, ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരും. പുതിയ അവസരങ്ങൾ, പുതിയ മാർഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഈ കാലഘട്ടങ്ങളിൽ പരിഹരിച്ച് ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. അതുപോലെ വിവാഹത്തിന് ഉണ്ടായിരുന്ന തടസ്സങ്ങളും കാലതാമസങ്ങളും ഒക്കെ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടങ്ങളിൽ ലഭിക്കുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും മീനം രാശിക്കാർക്ക് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. ഒരു വിദേശ ജോലിക്കൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശ്രമിച്ച് വിസ സംബന്ധമായ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി ആ വിദേശ ജോലി ഭാഗ്യവും, വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനവും ഒക്കെ ലഭിക്കും. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹം നിർമ്മിച്ച് അത് പുനരാരംഭിച്ച് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം വരെ നടത്തുവാനുള്ള യോഗം ഈ കാലഘട്ടങ്ങളിൽ ഈശ്വരൻ നൽകും. ജന്മശനിയിൽ നിങ്ങൾ അനുഭവിച്ച എല്ലാവിധ ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. നിങ്ങൾ എന്ത് തന്നെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിലും അതിനൊക്കെ നാളെ മുതൽ മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. പ്രത്യേകിച്ച് മീനം രാശിയിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് പലരും. അത് പുറത്ത് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓരോ വ്യക്തികളെയും, ഓരോ സ്ത്രീകളെയും സംബന്ധിച്ച് ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് എന്ത് തന്നെയാണെങ്കിലും അതിനൊക്കെ മാറ്റം വന്ന് നിങ്ങളുടെ മനസ്സിനൊരു സുഖം, സമാധാനം, സ്വസ്ഥത, ഒരു സന്തോഷം ലഭിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവിതം, ഒരു മാറ്റം, ഒരു മുന്നേറ്റമാണ് സ്ത്രീകളായ നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്നത്. ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, സമാധാനമായി മുന്നോട്ട് പോകൂ. മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് ശനിയുടെ വക്രഗതി അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ, മാറ്റങ്ങൾ, നേട്ടങ്ങളാണ് നൽകുന്നത്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തൂ. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി.